നമസ്കാരം. പത്മനാഭന്റെ പേരിൽ അനന്തപുരി അറിയപ്പെടുന്നത് പോലെ, ഗുരുവായൂരപ്പന്റെ പേരിൽ ഗുരുവായൂർ അറിയപ്പെടുന്നത് പോലെ, തിരുപ്പറംകുൻട്രം നൂറ്റാണ്ടുകളായി പ്രശസ്തമായിരിക്കുന്നത് അവിടെയുള്ള മുരുകക്ഷേത്രത്തിന്റെ പേരിലാണ് എന്നത് നിസ്തർക്കമായ ഒന്നാണ്. തിരുപ്പറംകുൻട്രം സ്ഥിതി ചെയ്യുന്ന അതേ മലമുകളിൽ കുറച്ചടുത്തായി സിക്കന്ദർ മലായ് എന്ന പേരിൽ ഒരു ദർഗയും ഉണ്ട്. സ്റ്റാലിന്റെ ന്യൂനപക്ഷ പ്രീണനം കണ്ട് ആഹ്ലാദിച്ചത് കൊണ്ടാകണം തിരുപ്പറംകുൻട്രം എന്ന പേര് മാറ്റി മറ്റൊരു പേര് കൊണ്ടുവരാൻ ചില മതമൗലികവാദികളെ പ്രേരിപ്പിച്ചത്. ഹിന്ദുക്കളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രഭൂമിയായ മലയുടെ മലമുകളിലിരുന്ന് ഇറച്ചി കഴിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇവർ മനഃപൂർവ്വം പ്രചരിപ്പിച്ചിരുന്നു. സ്റ്റാലിന്റെ DMK ഗവൺമെന്റിന്റെ പിന്തുണയിൽ അഹന്തയോടെ പുളച്ചു നടന്ന ഇവരുടെ പക്ഷം ചേർന്ന് തിരുപ്പറംകുൻട്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരമായ കാർത്തിക ദീപം ഇത്തവണ മലമുകളിൽ നടത്തേണ്ട എന്ന് നിർദ്ദേശം വന്നിരുന്നു. ഇതിനെതിരെ രാമരവികുമാർ എന്ന ഹിന്ദു സംഘടനാ പ്രവർത്തകൻ മദ്രാസ് ഹൈക്കോടതിയിൽ പരാതി നൽകുകയും ദീപം മലമുകളിൽ തെളിയിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ തമിഴ്നാട് ദേവസ്വം ഇതിന് വിരുദ്ധമായി മലമുകളിൽ ദീപം തെളിയിക്കാതെ ക്ഷേത്രത്തിന് സമീപത്തെ ഉച്ചപ്പിള്ളയാർ മണ്ഡപത്തിലാണ് ദീപം കൊളുത്തിയത്. ദർഗയ്ക്ക് സമീപമാണ് ദീപം കൊളുത്തേണ്ടത് എന്നതുകൊണ്ട് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരം നടത്താൻ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അനുമതി നൽകിയില്ല എന്നോർക്കണം. മാത്രമല്ല, മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് പോയി. തമിഴ്നാട്ടിലെ 6 മുരുകസ്ഥാനങ്ങളിൽ ആദ്യത്തേതാണ് തിരുപ്പറംകുൻട്രം. മുരുകൻ തമിഴന്റെ ദേശദേവത കൂടിയാണ്. മുരുകനെ തൊട്ടാൽ അവന്റെ സ്വത്വബോധം ഉണരും, ഉള്ളിലെ സനാതനം വിക്രമവീര്യം പുൽകും. ഹിന്ദുക്കൾ തെരുവിലിറങ്ങി. ഹിന്ദുക്കളെ തമിഴ്നാട് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയാൻ ശ്രമിച്ചു. അവരെ വിരട്ടി ഓടിക്കാൻ നോക്കി. വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, തിരുപ്പറംകുൻട്രത്തേക്ക് ഹിന്ദുക്കൾ ഒഴുകാൻ തുടങ്ങി. ഈ ബഹളത്തിനെല്ലാമിടയിൽ ഹൈക്കോടതി തന്നെ നേരിട്ടയച്ച അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ CISFന്റെ സംരക്ഷണയിൽ 10 ഹിന്ദുക്കൾ സ്റ്റാലിന്റെ ഭരണകൂടത്തിന് പുല്ലുവില നൽകിക്കൊണ്ട് തിരുപ്പറംകുൻട്രത്തിൽ കാർത്തിക ദീപം കൊളുത്തി. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജ്വാലകളോടെ ഉയരുന്ന ആ അഗ്നി സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്ത് ഇനി ഒരുത്തന്റെ തിട്ടൂരത്തിന് മുന്നിൽ ഹിന്ദുക്കൾ വഴങ്ങാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിക്കുന്നോ അതിന്റെ 10 മടങ്ങ് ശക്തിയിലായിരിക്കും ഇനി ഈ സമാജം പ്രതികരിക്കാൻ തുടങ്ങുന്നത്. സനാതനമായ ശൈവഭൂമിയിൽ തമിഴൻ ഹിന്ദുത്വ കൊടുങ്കാറ്റ് വിതയ്ക്കുന്നത് പോലെ നാളെ ഈ രാഷ്ട്രം മുഴുവൻ അതിന്റെ അലയോലികൾ അടിക്കണം. ഈ കത്തിജ്വലിക്കുന്ന കാർത്തിക ദീപത്തിന്റെ അഗ്നിയിൽ ഹിന്ദുത്വത്തിന്റെ വിക്രാന്തത ഹവിസായി അർപ്പിച്ച് ഹിന്ദുക്കൾ സ്വത്വബോധം കണ്ടെത്തട്ടെ. വെട്രിവേൽ വീരവേൽ.